പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നൽകുന്നത്, ഏത് ടോപ്പിക്കിലാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. 2 കാർഡ്സ് ആണ് ജമ്പേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. 4 ഓഫ് കപ്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. നമ്മൾ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കാർഡാണിത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് നമുക്ക് നൽകിയ കാർഡ്സ് ആണ്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ ആശങ്കകളിലോ ഒരു നിശ്ചലാവസ്ഥയിലോ മടുപ്പിലോ ഇരിക്കുകയാണ്. പ്രപഞ്ചം നിങ്ങളിലേക്ക് തരുന്ന ഒരു അവസരത്തെ നിങ്ങളിപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് കാണുന്നില്ല. ഒരു ഒറ്റപ്പെടലിലോ നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളിലേക്ക് ഒരു അവസരം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വിദ്യയുടെ ചക്രം, ഭാഗ്യചക്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ. എന്തോ ഒരു കാര്യത്തിനായിട്ടുള്ള നിങ്ങളുടെ കാത്തിരിപ്പ്, അല്ലെങ്കിൽ നിലവിൽ അനുഭവപ്പെടുന്ന മടുപ്പ്, നിസ്സംഗത, സ്റ്റാഗ്നേഷൻ, ഒരു നിശ്ചലാവസ്ഥ, അത് അവസാനിക്കാൻ പോകുന്നു. നിങ്ങളെ തേടി പ്രപഞ്ചം ഒരു സർപ്രൈസ് നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നു. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ്സ് ആണ്. ഇതിനെ രണ്ടിനെയും നമുക്കൊരു സൈഡിൽ വെക്കാം. നമ്മുടെ റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ എന്താണ്, അതിനെക്കുറിച്ചാണ്. നിങ്ങളിപ്പോൾ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്? നിങ്ങൾ ശരിക്കും ഒരു നിശ്ചലാവസ്ഥയിലോ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റാഗ്നേഷനിലാണോ, എന്തോ ഒരു മടുപ്പിലാണോ, അല്ലെങ്കിൽ അറിയപ്പെടാത്ത എന്തെങ്കിലും ഒരു സമ്മർദ്ദത്തിൽ, നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിലാണോ? നിങ്ങളുടെ മനസ്സിന്റെയും ജീവിതത്തിന്റെയും ഇപ്പോഴത്തെ കൃത്യമായ എനർജി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കണം. അത് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 10 ഓഫ് വാൻഡ്സ്. ഇതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്. സമ്മർദ്ദത്തിലാണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. കഠിനമായ സമ്മർദ്ദത്തിൽ, വലിയ റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുത്തുകൊണ്ട് തളർന്ന് വല്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങൾ. പക്ഷേ ഇതൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിനെയാണ് കാണിക്കുന്നത്. എന്ത് തന്നെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ പോയതെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ അടുത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. എത്ര തളർന്നാണെങ്കിലും നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോവുകയാണ്, മാറ്റം വരാൻ പോവുകയാണ്, ബുദ്ധിമുട്ടുകൾ അവസാനിക്കുകയാണ് എന്നുള്ളതാണ് ഈ കാർഡിന്റെ പൊതുവിലൊരു അർത്ഥം. അപ്പൊ ആ കാർഡ് വന്നിരിക്കുന്നത് നമ്മുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ്സിനോട് യോജിക്കുന്ന ഒരു എനർജി ആയിട്ടാണ്. ഈ കാർഡ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? വെറുതെ ഒരു മടുപ്പിൽ, വെറുതെ അങ്ങനെ അകപ്പെട്ടു പോയതൊന്നുമല്ല, വെറുതെ ഇരുന്നുണ്ടാകുന്ന മടുപ്പല്ല. അമിതമായ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കാരണം നിങ്ങൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ്. എല്ലാം ഒറ്റയ്ക്ക് ചുമലിലേറ്റി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചുമലിലേറ്റാൻ ശ്രമിക്കുന്നത് വഴി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ എന്നതുകൊണ്ട് നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്തുന്ന തരത്തിലേക്ക് ആ ഉത്തരവാദിത്വങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ലക്ഷ്യത്തിന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. എങ്കിലും അമിതഭാരം കാരണം നിങ്ങൾ കാണുന്നില്ല. കണ്ടോ, തല കുനിഞ്ഞ്, എന്നാലും വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിൽ അമിതമായ ക്ഷീണത്തോടു കൂടിയാണ് നിങ്ങൾ ഇപ്പോ. അമിതഭാരം കാരണം അത് കാണാൻ സാധിക്കാതെ, ഒരു ആശ്വാസം നിങ്ങൾക്ക് അരികിലുണ്ട്, തൊട്ടടുത്ത് എത്തി നിങ്ങൾ അതിന് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ ചുമലിലേറ്റുന്ന ഈ അമിത ഭാരത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? അത് മറ്റുള്ളവർ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണോ, അതോ നിങ്ങൾ സ്വയം തന്നെ ഏറ്റെടുത്തതാണോ? ഈ അവസ്ഥയിലേക്ക് നിങ്ങളെ നയിച്ച പുറമേ നിന്ന് കാണാൻ കഴിയാത്ത പശ്ചാത്തലം അല്ലെങ്കിൽ കാരണം എന്താണ്? 4 ഓഫ് പെന്റക്കിൾസ്. ആദ്യത്തെ കാർഡ് നമ്മുടെ 10 ഓഫ് വാൻഡ്സ് കാണിക്കുന്ന ഈ അമിത ഭാരത്തിന്റെ യഥാർത്ഥ കാരണം നിങ്ങൾ കാര്യങ്ങളെ അമിതമായി മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാണ് ഈ കാർഡ്, അതായത് 4 ഓഫ് പെന്റക്കിൾസ് കാർഡ് പറയുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള പേടിയോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ആശങ്കയോ, നിലവിലുള്ള സാഹചര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നൊക്കെയുള്ള വല്ലാത്തൊരു ഭയമോ നിങ്ങളെ മാറ്റങ്ങളിൽ നിന്ന് തടയുന്നുണ്ട്. ഒന്നും വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് എല്ലാം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരുന്നത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്കിവിടെ 4 ഓഫ് കപ്സ് നൽകുന്ന സൂചന എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയ അവസരം അല്ലെങ്കിൽ ഒരു കപ്പ് നീട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കൈകൾ
പഴയ കാര്യങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും, ചുമലിൽ അമിത ഭാരമുള്ളത് കൊണ്ടും നിങ്ങളത് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളെ തേടിയെത്തിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആ പ്രത്യേക സാധ്യത അല്ലെങ്കിൽ അവസരം എന്താണ്? ക്യൂൻ ഓഫ് കപ്സ്. ഈ ക്യൂൻ ഓഫ് കപ്സ് എനർജി വന്നിരിക്കുന്നത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത്. അതായത് നിങ്ങൾ കാണാതെ പോകുന്ന ആ അവസരം ഒരു ബാഹ്യമായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിലെ വൈകാരികമായിട്ടുള്ള ഒരു ശാന്തതയും അതുപോലെ നിങ്ങളുടെ ഒരു അവബോധം ഉണ്ടല്ലോ, ഇൻറ്റ്യൂഷൻ, അതിനെയൊക്കെയാണ് ഈ ക്യൂൻ ഓഫ് കപ്സ് ഒരു നർച്ചറിങ് ആയിട്ടുള്ള ഒരു എനർജി, കൈൻഡ് ആയിട്ടുള്ള ഒരു എനർജി. അത് നിങ്ങളിലുള്ള നിങ്ങൾക്കൊരു നല്ലൊരു സമാധാനത്തിലേക്ക്, മനഃശാന്തിയിലേക്ക് നിങ്ങൾ എത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ജോലിയിലും ഉത്തരവാദിത്വങ്ങളിലും ഭൗതികമായ കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നതിലും അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളും നിങ്ങൾ അവഗണിച്ചു എന്ന് പറയാം. മനസ്സമാധാനം ഇല്ലാതെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസിനെ അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ പല ഉത്തരവാദിത്തങ്ങളുടെ പുറകെയും ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടന്നപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ബാധ്യതകൾ എടുത്തു വെച്ചപ്പോൾ, എല്ലാം ഒന്നും കൈവിട്ട് കളയാതെ എല്ലാം വേണമെന്ന് വിചാരിച്ച് അമിതമായ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തലയിലേറ്റിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തെയും നിങ്ങളുടെ കഴിവുകളെയും അവഗണിച്ചു എന്നുള്ളതാണ്. സ്വയം സ്നേഹിക്കാനുള്ള ഒരു അവസരം, അതുപോലെ സ്വന്തം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരം നിങ്ങൾക്കായിട്ട് പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ കാർഡ് നൽകുന്ന ഉറപ്പ്. അത് തിരിച്ചറിഞ്ഞാൽ ഈ അമിതഭാരമെല്ലാം താനേ ഇല്ലാതായിക്കോളും. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഈ ശാന്തതയും സ്നേഹവും, അതായത് ക്യൂൻ ഓഫ് കപ്സ് നൽകുന്ന ആ എനർജിയിൽ അനുഭവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്ത് ഫാക്ടറാണ്? ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ സ്വയം തീർത്ത വലിയ മതിൽ അല്ലെങ്കിൽ തടസ്സം എന്താണ്? നിങ്ങളുടെ മാറ്റത്തിനായി തടസ്സം നിൽക്കുന്ന ആ മനഃശാസ്ത്രപരമായ ഘടകം നമുക്ക് നോക്കാം. 3 കാർഡുകളാണ് ഫീൽ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ മാറ്റത്തിന് തടസ്സം നിൽക്കുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത റീഡിങ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ഡെവിൾ എനർജി ഇവിടെ വരുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പേജ് ഓഫ് സോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാർഡ് എടുത്ത് റീഡ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഈ ഡെവിളിനെ പറ്റി തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ടൊരു റീഡിങ്ങും അപ്ലോഡ് ചെയ്തിരുന്നു. വീണ്ടും നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിൽ നിന്ന്, നിങ്ങളെ കെയർ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ആ ഡെവിൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം രൂക്ഷമായ സാഹചര്യങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, ആ ഡെവിൾ എഫക്റ്റ് എത്രത്തോളമാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിലാണ്. സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് ഈ അടുത്ത് ഇട്ട ഈ റീഡിങ്ങുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനെപ്പറ്റി അറിയാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 3 കാർഡ്സാണ് നമ്മൾ എടുത്തത്. ഒന്ന് 3 ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് സോർട്സ്. ഈ പേജ് ഓഫ് സോർട്സും ഡെവിളും ഒരുമിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ശ്രദ്ധിക്കാതെയാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല. പേജ് ഓഫ് സോർട്സും ഡെവിളും വീണ്ടും ഒരുമിച്ച് വന്നിരിക്കുന്നു. 3 ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് സോർട്സ് ആൻഡ് ഡെവിൾ. ഒന്നും പറയാനില്ല, ഒന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനേ സാധിക്കുന്നില്ല. ഐ എം വെരി ഷോക്ക്ഡ്. ഇങ്ങനെ ഒരു എനർജി ഞാൻ റിപ്പീറ്റഡ്ലി ഇത് ഇങ്ങനെ റീഡ് ചെയ്യേണ്ടി വരുമെന്നോ ഫേസ് ചെയ്യേണ്ടി വരുമെന്നോ എനിക്ക് എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. ഞാനിത് ഷോക്കിംഗ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു എനർജിയാണ്, അതായത് കൃത്യമായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. നമ്മുടെ ചാനലിലെ റീഡിംഗ് എന്ന രീതിയിലല്ല ഞാനിത് പറയുന്നത്. ടാരോയിൽ ഒരേ കാർഡുകൾ ആവർത്തിച്ചു വരുന്നത് പ്രപഞ്ചം നിങ്ങളോട് ആ ഒരു കാര്യം എത്രത്തോളം ഗൗരവമായി പറയാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളുമായി ബന്ധപ്പെട്ട പേജ് ഓഫ് സോർട്സ്, ഡെവിൾ എന്നീ കാർഡുകൾ വന്നിരുന്നു. അത് വെച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് റീഡ് ചെയ്തിരുന്നു. അതേ കാർഡുകൾ തന്നെ ഒരുമിച്ച് വീണ്ടും വരുന്നത് ഇതൊരു റാൻഡം റീഡിംഗ് അല്ലെന്നും നിങ്ങളെ കൃത്യമായിട്ട് പിന്തുടരുന്ന ഒരു എനർജിയാണെന്നും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവത്തോടു കൂടി നിങ്ങളിതിനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. മാറ്റം ആഗ്രഹിക്കുമ്പോഴും നിങ്ങളെ തടയുന്ന മതിൽ ഏതാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് 3 ഓഫ് പെന്റക്കിൾസ് ആണ്.
അതായത് നിങ്ങൾ പുറമേ കാണിക്കുന്നത് എല്ലാം ഭംഗിയായി നടക്കുന്നു എന്നാണ്. മറ്റുള്ളവരുമായി സഹകരിക്കാനും ജോലി ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു കൊളാബറേഷനിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ സന്തോഷം നടിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ ഈ പെർഫെക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ഈ ശ്രമം ഒരു വലിയ മതിലായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന നിർബന്ധം, ആരുടെയാണ് നിർബന്ധം? നിങ്ങളുടെ നിർബന്ധം നിങ്ങളുടെ മാറ്റത്തിന് തടസ്സമാകുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്വയം തീർത്ത തടസ്സം ആണ് പേജ് ഓഫ് സോർട്സ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ എനർജി വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അമിതമായ ചിന്ത, അതായത് ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ പ്രധാന തടസ്സം എന്നാണ് ഈ റീഡിങ്ങിൽ അത് സൂചിപ്പിക്കുന്നത്. ആരോ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എപ്പോഴും ജാഗ്രത പാലിക്കണമെന്നോ ഉള്ള ഒരു തോന്നൽ, ഒരു ഡിഫെൻസീവ്നെസ് നിങ്ങളെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കുന്നില്ല. ഒരുതരം മെന്റൽ ആങ്സൈറ്റി ഇതിൽ കാണാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ ഒരു എനർജി ഉണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നു. പേജ് ഓഫ് സോർട്സ് എനർജി നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു എനർജി ഡെവൽ എനർജി ആയിട്ട് നിൽക്കുകയാണെന്നും പറഞ്ഞിരുന്നു. ഇതിൽ നിങ്ങൾ അത് മറ്റുള്ളവരെ നമ്മളെപ്പോഴും കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ആളാണ്, ഇന്ന ആളുകൾ കാരണം, ഇന്ന സാഹചര്യമാണ് എൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ ആരെങ്കിലും പഴി പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതൊക്കെ ശരിയായിരിക്കും, അത് എക്സിസ്റ്റിംഗ് ആണ്, ആ ബുദ്ധിമുട്ടുകൾ അത് ഉള്ളത് തന്നെയാണ്, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഈ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുകയും ആരുടെയോ താല്പര്യത്തിന് നിങ്ങൾ അവർ എന്നെ നിരീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ജാഗ്രത പാലിച്ച് നിൽക്കണം, ഈ പറയുന്ന ആളുകളുടെ ഒരു ബുദ്ധിമുട്ടിക്കലുകൾ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിച്ചു വേണം ഞാനെപ്പോഴും മുന്നോട്ട് പോകാൻ എന്നൊരു പ്രതിരോധ മനോഭാവത്തിൽ നിങ്ങൾ എപ്പോഴും നിൽക്കുന്നത് കൊണ്ട് നിങ്ങളെന്നൊരു വ്യക്തിയുടെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടോ സ്വതന്ത്രമായി ചിന്തിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ പുറത്തേക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ മതിലിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മെന്റൽ ആങ്സൈറ്റിയിൽപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് സോർട്സ് സൂചിപ്പിക്കുന്നത്. അതായത് വാക്കുകൾ, കടുത്ത വാക്കുകൾ, ആ തരത്തിലുള്ള ഒറ്റപ്പെടലുകൾ, ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ കർക്കശമായിട്ട് നിങ്ങളോട് പെരുമാറുമോ എന്ന ഭയം, ഇതെല്ലാം നിങ്ങളെ ബാധിക്കുന്നു. നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഘടകം എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയി പോകുന്ന കാര്യം ഈ എനർജി വീണ്ടും വന്നത് തന്നെയാണ്. അതായത് ആരാണ് ഈ ഡെവൽ എന്ന് നമ്മൾ നേരത്തെ ചോദിച്ചതാണ്. അതേ എനർജി ഇവിടെ നമുക്ക് ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സമാധാനം കളയുന്നത് ഏതൊരു അഡിക്ഷനോ അല്ലെങ്കിൽ നിങ്ങളെ തളച്ചിട്ടിരിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ഏതൊരു സാഹചര്യങ്ങളോ ബന്ധങ്ങളോ ആണ്. ഭയമാണ് ഇവിടെ ഡെവിളായി വരുന്നത്. നിങ്ങളുടെ ഭയം, ഈ ഡെവിൾ എനർജിയാണ് നിങ്ങളെ അതിനെക്കുറിച്ചുള്ള ആ ഒരു ഡെവിൾ എനർജിയിൽ നിന്നുകൊണ്ടാണ് ഈ കഷ്ടപ്പാടിലേക്ക് നിങ്ങൾ പോവേണ്ടി വരുന്നത്. ഈ 10 ഓഫ് വാൻഡ്സ് നൽകുന്ന കഷ്ടപ്പാടിലേക്ക് അലൈൻമെന്റിലാണ് വന്നിരിക്കുന്നത് കാർഡ്. ഈ ഡെവിളാണ് നിങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന എനർജിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. 4 ഓഫ് പെന്റക്കിൾസിൽ നമ്മൾ കണ്ട നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു മുറുകെ പിടിക്കലുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ ഡെവിൾ എനർജി സൃഷ്ടിക്കുന്ന ബന്ധനമാണ്. അതായത് ഇത്രയും ഭാരം ഉണ്ടായിട്ടും എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡെവിൾ എനർജിയുടെ എഫക്റ്റ് ആണ്. നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിനോടാണോ നിങ്ങൾ അമിതമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ മാറ്റത്തിന് തടസ്സം. ഈ ഡെവിൾ എനർജിയിൽ നിന്നും, നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഈ ചിന്തകളിൽ നിന്നും മോചിതരാകാൻ ഉപേക്ഷിക്കേണ്ടത് പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ നിങ്ങൾ തന്നെ മാറ്റിവെക്കേണ്ട ആ പഴയ സ്വഭാവം അല്ലെങ്കിൽ സാഹചര്യം, ആ ഡെവിളിന്റെ സാമീപ്യം. നല്ലൊരു ട്വിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. സാധാരണ നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു പോസിറ്റീവ് എനർജിയുള്ള കാർഡാണ്. പക്ഷെ നമ്മൾ എന്താണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഈ സാഹചര്യം മാറാൻ വേണ്ടിയിട്ട്, ഈ ഡെവിളിന്റെ എഫക്റ്റ് മാറ്റാൻ വേണ്ടി എന്ത് ഉപേക്ഷിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ നൈറ്റ് ഓഫ് വാൻഡ്സ് വരുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളുടെ എടുത്തുചാട്ടം, ഇമ്പൾസീവ്നെസ് അല്ലെങ്കിൽ അമിതമായ വേഗത നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് ജഗിൾ ചെയ്യുന്നുണ്ടാവും, ചാടി പോകുന്നുണ്ടാവും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അല്ലെങ്കിൽ കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ ആവേശത്തിൽ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടാവാം. 10 ഓഫ് വാൻഡ്സിൽ കണ്ട ആ അമിതഭാരത്തിന് കാരണം വരും വരായികകൾ ചിന്തിക്കാതെ ഓരോ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന ഈ നൈറ്റിന്റെ സ്വഭാവമായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കണമെന്ന ആ അക്ഷമയാണ് നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കേണ്ടത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഒരു ഗൈഡൻസ്. അപ്പോൾ
പേജ് ഓഫ് സോർട്സ് എനർജി ഉണ്ട്, ഡെവൽ എനർജി ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നമുക്കത് അറിയാം. കഴിഞ്ഞ റീഡിങ്ങുകളെല്ലാം നോക്കുമ്പോൾ നമുക്കത് പൊതുവായി മനസ്സിലാവുന്നുണ്ട്. വ്യത്യസ്തമായ ആളുകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നിങ്ങളിൽ പലർക്കും അത് അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാത്തിനും മറുപടി നൽകാൻ സാധിക്കില്ല. ടാരോ എന്ന് പറയുന്നത് ഒരു പ്രഡിക്ഷൻ അല്ല, ഒരു എനർജിയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എനർജി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നമ്മുടെ ഡെവൽ എനർജിയുടെ റീഡിംഗ് കണ്ടിട്ട് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക്, എങ്കിലും നമ്മുടെ ഒരു പ്രേക്ഷക എന്നോട് ചോദിച്ചു, ഇത് ലൈഫ് ലോങ് എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്ന് പറയാമോ? ലൈഫ് ലോങ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് നമുക്ക് മാറ്റിമറിക്കാനും പറ്റും. നിലവിലുള്ള ആ എനർജിയെ നമ്മളോ അവരോ ആ ഒരു എനർജിയിൽ മാറ്റം വരുത്തുന്നതിലൂടെ മാറ്റാൻ കൂടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ടാരോ അങ്ങനെയാണ്. സാധാരണ ആസ്ട്രോ പ്രഡിക്ഷൻ, അസ്ട്രോളജിയുമായിട്ട് ഇതിനുള്ളൊരു വ്യത്യാസം അതാണ്. അപ്പോൾ ഒരു പ്രഡിക്ഷൻ ആയിട്ടല്ല, എല്ലാവർക്കും ഇതിങ്ങനെ സംഭവിക്കാൻ പോകുന്നു, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ജീവിതം ഇനി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതല്ല നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ എനർജീസ്, അതിനെ എങ്ങനെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാം എന്ന രീതിയിൽ ഒരു ടൂളായിട്ട് നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യേണ്ടത്. ഈ റീഡിങ് നല്ലൊരു ഉത്തരമാണ് അതിന്. കാരണം ഇവിടെ പേജ് ഓഫ് സോർട്സ് വേറെ ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അവർ നിരീക്ഷിച്ചോട്ടെ, അവർ എന്തെങ്കിലും ചെയ്തോട്ടെ, അവർ ഡെവൽ എനർജി ആയിട്ട് നിന്നോട്ടെ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എടുത്തു ചാടി, അവർ നിങ്ങളെ ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒരു ചട്ടുകമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ ആ ഒരു രീതിയിൽ അവരുടെ ഒരു പപ്പറ്റായിട്ട് നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക. ഇമ്പൾസീവായിട്ട് എടുത്തു ചാടി നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക. ഒന്ന് ക്ഷമ പാലിച്ചുകൊണ്ട് നിങ്ങൾ സാഹചര്യങ്ങളെ വിലയിരുത്തി നിങ്ങളുടെ ക്യൂൻ ഓഫ് കപ്സ് എനർജി നഷ്ടപ്പെടാതെ, ഇതാണ് നിങ്ങളുടെ എനർജി യഥാർത്ഥത്തിൽ. പക്ഷേ ഈ രീതിയിലേക്ക് ഈ ഡെവൽ നിങ്ങളെ മാറ്റുന്നുണ്ട്. പെട്ടെന്ന് പ്രതികരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പ്രതികരണം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള പ്രതികരണമാകാം, ചിലപ്പോൾ ഷാർപ്പായിട്ടുള്ള പ്രതികരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ അത്തരം പ്രതികരണങ്ങൾ അവരെന്താണ് ഇങ്ങോട്ട് തരുന്നതെങ്കിലും അതിൽ നിങ്ങൾ കൊത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ മാറ്റണം. നിങ്ങൾ ക്ഷമ ശീലിക്കണം. പെട്ടെന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്യുന്നതിനെ, നെഗ്ലക്ട് ചെയ്യുന്നതിന് നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അവർ പറയുന്നതിനനുസരിച്ച് അവർക്ക് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിന്നു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഒരു എനർജി. ഓക്കെ, അപ്പൊ ഇനി വീൽ ഓഫ് ഫോർച്യൂന്റെ എനർജി നമുക്ക് നോക്കാനുണ്ട്. ഞാൻ ഈ കാർഡ്സ് ഇവിടെ ചേർത്ത് വയ്ക്കാം. അപ്പൊ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ നൽകുന്ന ആ ഒരു പ്രതീക്ഷ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്? കുറെ തടസ്സങ്ങൾ കണ്ടു, കുറെ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് അടിവരയിട്ട് നമ്മൾ ഉറപ്പിച്ചു. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിശ്ചലാവസ്ഥയും മടുപ്പും അവസാനിപ്പിക്കാൻ പോകുന്ന ആ അപ്രതീക്ഷിത സംഭവം അല്ലെങ്കിൽ നിമിത്തം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിധിയുടെ ചക്രം തിരിക്കാൻ പോകുന്ന ആ ഒരു നിമിഷം എന്താണെന്ന് ഈ സ്ട്രെങ്ത് കാർഡ് നമുക്ക് ശക്തമായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള സൂചന നൽകുന്നുണ്ട്. ഇവിടെ 10 ഓഫ് വാണ്ട്സ് നൽകിയ അമിത ഭാരത്തെ മെരുക്കി, അല്ലെങ്കിൽ ഏത് ഡെവിളാണെങ്കിലും ആരാണെങ്കിലും ആ വ്യക്തികളോ സാഹചര്യങ്ങളോ എന്തു തന്നെയാണെങ്കിലും അതിനെ മെരുക്കി ആത്മധൈര്യത്തോടുകൂടി നിൽക്കുന്ന നിങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ നിശ്ചലാവസ്ഥ മാറ്റാൻ പുറമേ നിന്നൊരു അത്ഭുതം സംഭവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഉള്ളിലെ സിംഹത്തെ, നിങ്ങളുടെ ഭയത്തെയും ഡെവൽ എനർജിയെയും എല്ലാം സ്നേഹം കൊണ്ടും അച്ചടക്കം കൊണ്ടും മെരുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ആ നിമിഷമാണ് വിധി മാറ്റാൻ പോകുന്നത്. അതായത് നിങ്ങൾ കരുത്തയായിട്ട്, കരുത്ത് എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള കരുത്താണ് ഇവിടെ കാണിക്കുന്നത്, ബലപ്രയോഗത്തിലൂടെയുള്ള കരുത്തല്ല. മനക്കരുത്ത് കൊണ്ട് നിങ്ങൾ കാര്യങ്ങളെ നേരിടാൻ തീരുമാനിക്കുന്ന ഒരു പോയിന്റിലാണ് മാറ്റം തുടങ്ങാൻ പോകുന്നത്. ഈ സർപ്രൈസ് അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത്? കരിയറിലാണോ, പ്രണയത്തിലാണോ, സാമ്പത്തികത്തിലാണോ, അതോ കുടുംബത്തിലാണോ ഈ മാറ്റം വരുന്നത്? ഇവിടെ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് സോർട്സ് ആണ്. അതായത് ഇതിന്റെ ഒരു സൂചന എന്ന് പറയുന്നത്, നമ്മൾ ചോദിച്ചല്ലോ ഏത് മേഖലയിലാണ് ഈ മാറ്റം വരാൻ പോകുന്നത്, ഈ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നിലവിൽ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയും ആങ്സൈറ്റിയിലൂടെയും കടുത്ത നിരാശയിലൂടെയും കടന്നു പോകുന്ന നിങ്ങൾക്ക് സ്വസ്ഥത വരാൻ പോകുന്നു എന്നുള്ളതാണ് ആദ്യം നൽകുന്ന സൂചന. നമുക്കത് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് 3 കാർഡുകളിലൂടെ എടുക്കാം. കാരണം ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണ് ഗുണകരമാകുന്നത്, ഓരോരുത്തരുടെയും സിറ്റുവേഷന് സ്യൂട്ടബിൾ ആവുന്നത് ഏതാണെന്ന് വെച്ചാൽ ആ എനർജി എടുക്കുക. പ്രണയത്തിൽ എങ്ങനെയായിരിക്കും, സാമ്പത്തികത്തിൽ എങ്ങനെയായിരിക്കും,
കുടുംബത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്, വരാൻ പോകുന്ന മാറ്റം. എന്തായാലും ഈ ഒരു കരുത്തിലേക്ക് നിങ്ങൾ വരുന്നത്, ഇവിടെ ജനറലായിട്ട് നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഏത് മേഖലയിൽ മാറ്റം വരുമെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഇതുവരെ അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്ക്, അനാവശ്യമായ ഉത്കണ്ഠകൾക്ക് എല്ലാം ഒരു അവസാനം വരാൻ വേണ്ടി പോകുന്നു. ഈ 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 10 ഓഫ് വാൺസ് കാണിക്കുന്നത് പോലെ ഒരു 10 ഓഫ് സോർട്സിന്റെ എല്ലാ ആക്രമണങ്ങളും ഏറ്റുവാങ്ങി തളർന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ 9-ൽ നിന്ന് 10-ലേക്കും പിന്നീട് പുതിയൊരു തുടക്കത്തിലേക്കും മനസ്സ് മാറുന്നതിന്റെ സൂചനയാണ് ഇത് ഈ 9 ഓഫ് സോർട്സ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങളുടെ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രണയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ എന്ന രീതിയിലാണ് നമ്മളിത് നോക്കുന്നത്. ബന്ധങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളോ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു ദാരിദ്ര്യം, അതായത് ഇമോഷണൽ ലാക്ക്, ആളുണ്ടായിട്ടും പാർട്ട്ണർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടായിട്ടും വൈകാരികമായ ഒറ്റപ്പെടലിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ വിധി ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഒരു തിരിച്ചറിവാണ്. നിങ്ങളെ സഹായിക്കാൻ പുറത്ത് ആളുകൾ ഉണ്ട്, നിങ്ങൾ സ്വയം വാതിലടച്ചിട്ടിരിക്കുകയാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. ഈ തണുപ്പിൽ നിന്ന്, തണുപ്പത്ത്, മഞ്ഞത്ത്, ഒരു നിവൃത്തിയില്ലാതെ ഒറ്റപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള രക്ഷിതാവസ്ഥ ഉൾപ്പെടെ ഇമോഷണൽ ലാക്കിലൂടെ എല്ലാം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പുറത്തൊരു നല്ല ലോകമുണ്ട്. ഇതൊന്നും അല്ല നിങ്ങളുടെ ബന്ധങ്ങൾ. അല്ലെങ്കിൽ ഇങ്ങനെ ഇവർ ചെയ്യണം, നിങ്ങൾ ഉപേക്ഷിക്കാനോ ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടിയൊന്നും അല്ല പറയുന്നത്. പക്ഷെ നിങ്ങളെ ഇങ്ങനെ ഇമോഷണലി പുറത്താക്കി ഒറ്റപ്പെടുത്തി നടക്കുന്ന ആളുകളെ അതേ നാണയത്തിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ പറ്റും. കാരണം ഫിസിക്കലി നമ്മൾ അവരോടൊപ്പം ആണെങ്കിലും മെന്റലി നമ്മളെ അവർ തനിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, നിങ്ങൾക്ക് മുന്നോട്ട് നടന്നോളൂ. ഒറ്റപ്പെട്ടൊന്നുമല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കരുതലുമായിട്ട് ആളുകൾ പുറത്തുണ്ട്. നിങ്ങളായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുകയാണ്. അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ ഒരു കാര്യത്തിലുള്ള ആഹ്വാനമല്ല. നമ്മുടെ കുടുംബത്തെ വിട്ടു പോകണമെന്നോ അല്ലെങ്കിൽ പ്രണയം ഉപേക്ഷിച്ച വേറെ ആളുകളെ തേടി പോകണമെന്നോ ഒന്നുമല്ല പറയുന്നത്. എവിടെയാണോ സ്നേഹമുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഈ അമിതഭാരം എടുത്ത് 4 ഓഫ് പെന്റക്കിൾസിനെ പോലെ എല്ലാം പിടിച്ചു വെച്ച് ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിരിക്കുന്നത്, ആ ഭയം വേണ്ട, ഫ്രീ ആയിട്ട് പോയിക്കോളൂ. അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോയിക്കോട്ടെ. നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടല് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ പേടിക്കേണ്ട. തനിച്ചായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പുറത്ത് നിങ്ങളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ എന്ത് മാറ്റമാണ് ഇത് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, വളരെ വലിയൊരു സാമ്പത്തിക സ്ഥിരത നിങ്ങളെ തേടിയെത്തുന്നു. 9 ഓഫ് പെന്റക്കിൾസ് ആണ്. പെന്റക്കിൾസ് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വരുന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കിയപ്പോൾ ആ ഒറ്റപ്പെടൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒറ്റപ്പെടലൊക്കെയാണ് നമ്മൾ ആദ്യം ഈ 4 ഓഫ് കപ്സിലൂടെയൊക്കെ കണ്ടത്. അത് മാറാൻ പോകുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. വളരെ നല്ല ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. യൂണിവേഴ്സ് നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അത് കിട്ടാനും എനിക്ക് നന്നായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ യൂണിവേഴ്സിനോട് അതിന് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ഓക്കെ, അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വലിയൊരു സ്ഥിരത നിങ്ങളെ തേടി എത്താൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് പെട്ടെന്നൊരു ദിവസം ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന ഒരു പണമൊന്നുമല്ല. നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഉറപ്പുള്ള ഒരു വരുമാനമായിരിക്കും അത്. അതായത് 9 ഓഫ് പെന്റക്കിൾസ് സാവധാനത്തിലുള്ളതും എന്നാൽ തടസ്സമില്ലാത്തതുമായ സാമ്പത്തിക വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഒരു അടിത്തറയിന്മേൽ നിങ്ങൾ കെട്ടിപ്പൊക്കുന്നതായിട്ടുള്ള ഒരു ഭദ്രത, സാമ്പത്തിക ഭദ്രത ഇത് കാണിക്കുന്നുണ്ട്. അതാണ് വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ഇനി കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബകാര്യങ്ങളിൽ ഇനി വൈകാരികമായ തീരുമാനങ്ങളല്ല, മറിച്ച് വ്യക്തമായ നിയമങ്ങളും കൃത്യമായ ആശയവിനിമയവുമാണ് വരാൻ പോകുന്നത്. കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തിയിൽ നിന്നുള്ള ഉപദേശം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു അതോറിറ്റി ആയിട്ട് മാറുന്നത് വഴി കുടുംബത്തിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. കൃത്യമായ വ്യക്തമായ നിയമങ്ങളുടെയും കൃത്യമായ ആശയവിനിമയങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത് കുടുംബം. ഇത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത് എങ്കിൽ പോലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു എനർജിയാണ്. അതിനൊരു ക്ലാരിഫിക്കേഷൻ കാർഡ് നമുക്ക് എടുക്കാം. വേറൊന്നല്ല, ഈ കിങ് ഓഫ് സോർട്സ് എനർജി ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും ആവശ്യമുള്ള ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഈ കിങ് ഓഫ് സോർട്സ് ഷാർപ്പായിട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ ഷാർപ്പായിട്ട് നിൽക്കുന്നത് വഴിയോ അല്ലെങ്കിൽ ഇനി വേറെ ആരെങ്കിലും നിങ്ങളെ അവിടെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ, കുടുംബത്ത് വഴക്കുണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയണം. അടുത്തത് ക്യൂൻ ഓഫ് സോർട്സ്. നമ്മൾ കിങ് ഓഫ് സോർട്സ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം ക്യൂൻ ഓഫ് സോർട്സ് ആണ്.
ഇതൊരു പവർഫുൾ കപ്പിളാണ്, കിങ് ഓഫ് സോഴ്സും ക്യൂൻ ഓഫ് സോഴ്സും. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു പവർഫുൾ കപ്പിൾ ആകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ വരാൻ പോകുന്നു, കലുഷിതമായിട്ടുള്ള അവസ്ഥ മാറാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അതായത് കുടുംബത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങളും പരോക്ഷമായ സംസാരങ്ങളും വൈകാരികമായിട്ടുള്ള പിണക്കങ്ങളും ഒക്കെ അവസാനിക്കാൻ പോകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അനാവശ്യമായിട്ടുള്ള വൈകാരികത മാറ്റി നിർത്തി കാര്യങ്ങളെ യുക്തിയോടെ, ലോജിക്കോടെ കാണാൻ കുടുംബാംഗങ്ങൾ തയ്യാറാകും. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുക എന്നതാണ് ഈ കിങ് ഓഫ് സോർട്സ് നമ്മളോടിപ്പോ പറയുന്നത്. അതായത് നിങ്ങൾ ഒരു കുടുംബത്തിലൊരു ഫൈനൽ വോയിസ് ആയിട്ട് മാറുന്നതായിട്ടും നമുക്കിതിനെ സൂചിപ്പിക്കാം. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിശബ്ദമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമായി പറയാനും തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള ഒരു അധികാരം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നുണ്ട്. ഇവിടെ കണ്ട സ്ട്രെങ്ത് കാർഡ് പോലെ, ഇനി എനിക്ക് മുകളിൽ ആരുമില്ല എന്നതിനേക്കാൾ എന്റെ ജീവിതത്തിലും കുടുംബത്തിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ കിങ് ഉണ്ട്, നിങ്ങളുടെ പാർട്ട്ണർ, അത് കിങ് ക്യൂനും വന്നതുകൊണ്ട് ഒരു ഇക്വാലിറ്റിയിലേക്ക്, പാർട്ട്ണർക്ക് ഉള്ള എനർജി പോലെ തന്നെ നിങ്ങൾക്കും തത്തുല്യമായിട്ടുള്ള ഒരു എനർജി അവിടെ വരുന്നു. ആർക്കും മുകളിൽ എന്നുള്ളതല്ല, അവിടെ ഒരു രാജാവും രാജ്ഞിയെ പോലെ അതോറിറ്റിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോംപ്ലിമെന്റിങ് ഈച്ച് അതർ എന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു. ക്യൂൻ ഓഫ് സോർട്സ് എനർജിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ക്യൂൻ ഓഫ് സോർട്സ് എനർജിയുടെ ഒരു അർത്ഥം നിങ്ങൾ കൂടുതൽ സ്വതന്ത്രനാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രയാകാൻ പോകുന്നു എന്നതാണ്. വികാരങ്ങൾ കടിപ്പെടാതെ സത്യസന്ധമായിട്ട്, അതുപോലെ തന്നെ കർക്കശമായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കാൻ പോകുന്നു. അതുപോലെ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതൊക്കെയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവിടെ വന്ന മാറ്റം കുടുംബജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് സൂചിപ്പിച്ചപ്പോൾ വന്ന കിങ് ഓഫ് സോർട്സ് ക്ലാരിഫിക്കേഷൻ ആയിട്ട് നമ്മളെടുത്ത ക്യൂൻ ഓഫ് സോർട്സും ചേർന്ന് നൽകുന്നത്, കുടുംബത്തിൽ ഒരു മാന്യമായിട്ടുള്ള ദൂരം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് പാലിക്കാനും എല്ലാവരെയും ഒരേ നീതിയോടെ കാണാനും നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാക്കാനും ഈ എനർജി നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ്. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പവർ ഷിഫ്റ്റ് ആണ് ഈ കാർഡ് പറയുന്നത്. എന്തായാലും ഒരു പവർ കപ്പിൾ എനർജിയാണ് ഇവിടെ തെളിയുന്നത്. ഇതിന്റെ ഒരു അർത്ഥം വൈകാരികമായ ബലഹീനതകൾക്ക് ഇനി നിങ്ങളുടെ കുടുംബത്ത് സ്ഥാനമില്ല എന്നാണ്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രധാന വ്യക്തികൾ, നിങ്ങളുടെ പാർട്ട്ണർ തമ്മിലുള്ള ആശയവിനിമയം വളരെ സത്യസന്ധവും സുതാര്യവുമാകും. പരസ്പരം ബഹുമാനിക്കുന്ന എന്നാൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളെ ആർക്കും വൈകാരികമായിട്ട് ചൂഷണം ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ ആരെങ്കിലും ഒരു വലിയൊരു ഡെവിൾ എനർജി ആയിട്ട് നിന്ന് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇനി അത് സാധിക്കില്ല എന്നുള്ളതാണ്. അതിൽ നിന്നൊരു വിടുതൽ നിങ്ങൾക്ക് എന്തായാലും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളിലൂടെ നിങ്ങൾ കൈവരിച്ച ഈ പുതിയ ആത്മവിശ്വാസത്തിലൂടെയും ഒക്കെ പ്രപഞ്ചം നിങ്ങളെ എന്ത് പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ നിങ്ങളെ പ്രപഞ്ചം കൊണ്ടുപോകുന്നത്. ജീവിതത്തിന്റെ ഈ പുതിയ ഘട്ടത്തിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട പാഠം എന്താണെന്നാണ്, 8 ഓഫ് പെന്റക്കിൾസ് ആണ്, വേറെ ഒന്നുമല്ല. അതായത് വളരെ ശ്രദ്ധയോടുകൂടി ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്, ഇതൊക്കെ ഒരു പാഠമായിരുന്നു, ഒരു പഠനശാലയായിരുന്നു. നിങ്ങൾ അതിൽ കൃത്യമായിട്ട് റിപ്പീറ്റേറ്റീവ് ടാസ്കിലൂടെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആണ് നിങ്ങൾ കടന്നു പോയതെന്ന് ഈ കാർഡിലൂടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തന്നുകൊണ്ട് നിങ്ങളുടെ അതിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ കഴിവുകളെ വളർത്തുകയും പരിശ്രമിപ്പിക്കുകയും നിങ്ങളെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിക്കുകയും അർപ്പണബോധത്തോടുകൂടി നിങ്ങളെ മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു എനർജിയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചതെല്ലാം യൂണിവേഴ്സ് നിങ്ങളെ നയിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അങ്ങനെ ഈ സാഹചര്യത്തിൽ കൂടെ കടത്തിവിടുകയായിരുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾ എടുക്കുന്ന അധ്വാനം, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. അതുപോലെ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ, 9 ഓഫ് സോർട്സിൽ നമ്മൾ കണ്ടതുപോലെ ചെയ്യുന്ന ജോലിയെ സ്നേഹിച്ചു ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിൽ കാണുന്നത്. എപ്പോഴും വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിരാശയിലിരിക്കുന്ന, രാത്രി ഉറക്കമില്ലാതെ ആങ്സൈറ്റിയിൽ ഇരിക്കുന്നത് പോലെയല്ല, എങ്ങനെ ഈ കാര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാമെന്ന് പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ അണിയറയിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മൾ എന്ത് കാര്യത്തിൽ നിന്നാണോ രക്ഷപ്പെടേണ്ടത്, എങ്ങനെ രക്ഷപ്പെടണം എന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ താനെ പരിഹരിക്കപ്പെടും എന്നുള്ളത് ഒരു പാഠമാണ്. അതിലൊരു മാസ്റ്ററിയാണ് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ശ്രമിച്ചത്. നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ, നിങ്ങളുടെ മേഖല ഏതാണെങ്കിലും അതിലൊരു വിദഗ്ധനാവാൻ പോവുകയാണ്
എന്നൊരു സൂചനയുണ്ട്. അതായത് ഇത്രയും കാലം നിങ്ങൾ ഒരുപാട്, ഇപ്പൊ നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ തൊഴിൽ എന്താണ്, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടിയാണ് ഈ കടന്നു പോകുന്നത് എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷെ നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കയ്യിലുള്ളത് മുറുകെ പിടിച്ചിട്ടുണ്ട്, ഒരുപാട് ബാധ്യതയിലൂടെ പോയിട്ടുണ്ട്, ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ പോയിട്ടുണ്ട്, ഒറ്റപ്പെടലിലൂടെ പോയിട്ടുണ്ട്. ഇതെല്ലാം ഈ ഡെവിൾ എനർജി ഉൾപ്പെടെയുള്ള, നിരീക്ഷിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് എനർജീസ് നിങ്ങളെ ബാധിക്കുകയും സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ നിങ്ങൾക്ക് ഏതോ ഒരു മേഖലയിൽ ഉള്ള ആളാണല്ലോ നിങ്ങൾ, അവിടെ ഒരു എക്സ്പേർട്ട് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയിലാണ് നിങ്ങൾ എന്തായാലും എന്നൊരു സൂചന ഇവിടെയുണ്ട്. ആ പ്രക്രിയയിൽ ക്ഷമയോടെ തുടരുക എന്നതാണ് നിങ്ങൾക്കുള്ള പാഠം. നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഇവിടെ നമുക്കൊരു എനർജി കിട്ടിയിരുന്നല്ലോ. അതായത് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൈറ്റ് ഓഫ് വാൺസിനെ പോലെ ഒരു സൂചന നമുക്ക് നൽകിയതാണ്. അങ്ങനെ എടുത്തു ചാടിയുള്ള ഒരു നീക്കത്തിലേക്ക് പോകാതെ നിങ്ങൾ ക്ഷമയോടുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോവാതെയും കാര്യങ്ങൾ തട്ടിക്കൂട്ടി ചെയ്യാതെയും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ മേഖലയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എവിടെയാണോ, ഏത് കാര്യത്തിൽ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എത്തണം എന്നാണ് വിചാരിക്കുന്നത്, അതിൽ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ഒരു പ്രവൃത്തി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വലിയൊരു റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ അവിടുത്തെ തന്നെ ഒരു എക്സ്പേർട്ടായിട്ട്, വിദഗ്ധനായിട്ട് മാറും എന്നുള്ളതാണ് അവിടെ കിട്ടുന്ന ഉറപ്പ്. അടുത്ത ചോദ്യം ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുൻപ് കാർഡ് ജമ്പേഴ്സായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പുറമേ നിന്ന് ഏൽക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പുറമേ നിന്ന് തടയാൻ ശ്രമിക്കുന്ന ഘടകങ്ങൾ എന്തായിരിക്കും? അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണോ, അതോ സാഹചര്യങ്ങളാണോ? അതുപോലെ ഈ വിജയത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട, വിജയത്തിലേക്കുള്ള യാത്രയാണ്, ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്ന കണ്ടില്ലേ, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ കാർഡിലൂടെ നോക്കുന്നത്. നമ്മളൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ കാർഡുകൾ ജമ്പേഴ്സായിട്ട് വന്നത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണ്. അതായത് യൂണിവേഴ്സിന് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ അത്രമാത്രം ധൃതിയുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. എയ്റ്റ് ഓഫ് വാൺസ് സ്പീഡായിട്ടുള്ള എനർജിയാണ്. അതുപോലെ ഏസ് ഓഫ് പെന്റക്കിൾസ് ഇവ ചേർന്ന് വരുമ്പോൾ നിങ്ങളുടെ പുറമേ നിന്നുള്ള വെല്ലുവിളികൾ പോലും വലിയ അവസരങ്ങളായി മാറാൻ പോകുന്നു എന്നാണ് ഇവിടെ അർത്ഥമാകുന്നത്. കാര്യങ്ങൾ ഇനി അതിവേഗം നീങ്ങുമെന്നാണ് എയ്റ്റ് ഓഫ് വാൺസ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ നേരിട്ടിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി ആശയവിനിമയങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻസ് വളരെ വേഗത്തിൽ നടക്കും. വിദേശത്ത് നിന്നുള്ള വാർത്തകളോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള യാത്രകളോ ഇതിന്റെ ഭാഗമാകാം. നിങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളി ഈ വേഗതയെ ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മാറ്റം, അപ്രതീക്ഷിതമായ ഒരു സ്പീഡോടുകൂടി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സ്പീഡിനെ നിങ്ങളൊന്ന് കൈകാര്യം ചെയ്യേണ്ടി വരും. ഒന്ന് തയ്യാറെടുത്തേക്കുക. എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. എന്തിനും തയ്യാറെടുത്തിരിക്കുക. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടി ചിലപ്പോൾ ഒരു ജോലി ആയിരിക്കാം. ഏസ് ഓഫ് പെന്റക്കിൾസ് സാമ്പത്തികമായിട്ടോ കരിയറിലോ ഒരു വലിയൊരു പുതിയ തുടക്കം നിങ്ങളെ തേടി വരുന്നു, ഒരു പുതിയ ബിഗിനിങ് എന്ന് ഈ കാർഡ് പറയുന്നുണ്ട്. വെല്ലുവിളികൾ ഉണ്ടായാൽ പോലും, അത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തടസ്സങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ ഒരു വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക്, ഒരു സമ്പത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്. കയ്യിൽ വന്നു കയറുന്ന ഒരു വലിയ സൗഭാഗ്യമായിരിക്കും ഇത്. ഓക്കെ, ഇനി എന്താണ് ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ അവസാനം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും? അപ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കാത്തിരിപ്പിനെ അവസാനിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പോകുന്ന ആ വലിയ സർപ്രൈസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ദ ഫൈനൽ ഔട്ട്കം. Okay, 7 of Wands and 10 of Cups. എത്ര മനോഹരവും ശക്തവുമായിട്ടുള്ള ഒരു അവസാനമാണെന്ന് അറിയാമോ ഈ നമുക്ക് കിട്ടിയിരിക്കുന്നത്? വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് അറിയിപ്പുകൾ വരാൻ പോകുന്നു, ജോലി ലഭിക്കാൻ വേണ്ടി പോകുന്നു, സാമ്പത്തിക അവസരം ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഔട്ട്കത്തെ പറ്റി 7 ഓഫ് വാൺസും 10 ഓഫ് കപ്സും ചേർന്ന് വന്ന് നിങ്ങളോട് പറയുന്നത് ഒരു പൂർണ്ണതയാണ്. നിങ്ങളുടെ ഈ കഷ്ടപ്പാടിന്റെയും ഈ ജീവിതയാത്രയുടെയും ഒരു നല്ല ഒരു ശുഭകരമായ ഒരു പൂർണ്ണതയാണ് കാണിക്കുന്നത്. വിജയകരമായ ഒരു പ്രതിരോധമാണ് ഈ 7 ഓഫ് വാൺസ് തീർക്കുന്നത്. നിങ്ങൾ ഈ യാത്രയിൽ നേടിയെടുത്ത ആത്മവിശ്വാസം, സ്ട്രെങ്ത്, നിങ്ങളുടെ പുതിയ നിലപാടുകൾ ക്യൂൻ ഓഫ് കപ്സിനെ പോലെയും ക്യൂൻ ഓഫ് സോർട്സിനെ പോലെയും കിങ് ഓഫ് സോർട്സിനെ പോലെയും ആർക്കും നിങ്ങളെ ഇനി തളർത്താൻ, അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലെടുത്ത് നിൽക്കുന്ന നിങ്ങളെ ആർക്കും ഇനി തളർത്താൻ കഴിയില്ല. വെല്ലുവിളികൾ ഉണ്ടായാലും നിങ്ങൾ അതിനു മുകളിൽ തന്നെ നിൽക്കും. നിങ്ങൾ നേടിയെടുത്ത സ്ഥാനവും സമാധാനവും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നതിന്റെ ഉറപ്പാണിത്. അപ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ നിങ്ങളുടെ മുന്നിൽ വന്നു പെട്ടാലും, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന വെല്ലുവിളികളെ പറ്റി ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ഇനി ജോലി കിട്ടിയാലും അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിങ്ങളുടെ മുന്നിലേക്കൊക്കെ വന്നാലും
ഇനി ഒന്നും വരാതെ എല്ലാം ശാന്തമാവാൻ പോകുന്നു എന്നൊന്നുമല്ല. എന്ത് വന്നാലും അതിനെ നേരിടാൻ പാകത്തിന് ആത്മവിശ്വാസത്തോടുകൂടി, സ്ട്രെങ്തോടുകൂടി അതിനെയൊക്കെ മെരുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ തന്നെ ആ സാഹചര്യത്തിന് മുകളിൽ നിൽക്കുമെന്നുള്ളതാണ്. നിങ്ങൾ നേടിയെടുത്ത സ്ഥാനം എന്ത് തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉറപ്പായിട്ടാണ് നമുക്ക് ഈ കാർഡ് 7 ഓഫ് വാൺസ് ലഭിച്ചിരിക്കുന്നത്. 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള സന്തോഷമാണ്, ഫാമിലിയോടൊപ്പമുള്ള സന്തോഷമാണ്. ഇതാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ആ വലിയ സർപ്രൈസ്. നിങ്ങളിലേക്ക് പ്രകൃതി എത്തിക്കാൻ പോകുന്നത് നിങ്ങൾ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു വലിയ സന്തോഷത്തിലും ഐക്യത്തിലും സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാർഡുകളിൽ ഒന്നാണിത് ടാരോയിലെ. വൈകാരികമായിട്ടുള്ള സംതൃപ്തി, കുടുംബത്തിലെ സമാധാനം, സ്നേഹം എല്ലാം തികഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് എപ്പോഴും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ എന്ത് സമ്പത്ത് ഉണ്ടാക്കാനാണെങ്കിലും, എന്ത് കാര്യത്തിനാണെങ്കിലും, എന്ത് സ്ഥാനമാനങ്ങൾക്കൊക്കെ ആണെങ്കിലും നടക്കുമ്പോൾ അതിന്റെ ഒരു ആത്യന്തികമായ ഒരു ഫലം അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളുടെ ഈ കാത്തിരിപ്പ് അവസാനിക്കുന്നത് ഒരു പണത്തിലോ പദവിയിലോ ഒന്നും മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനും കുടുംബത്തിനും ലഭിക്കുന്ന വലിയൊരു സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പദവിയും പണവും അല്ലെങ്കിൽ ജോലിയും സുരക്ഷിതത്വവും ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടലൊക്കെ നിലവിലുണ്ടെങ്കിൽ ഇതെല്ലാം മാറാൻ വേണ്ടി പോവുകയാണ്. ഒരു ഇക്വാലിറ്റിയിലേക്ക് നിങ്ങളും പാർട്ട്ണറും അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുന്ന നിങ്ങളുടെ ബന്ധങ്ങളിലും എല്ലാം വരാൻ പോവുകയാണ്. ഡെവിൾ എനർജിയും പേജ് ഓഫ് സോർട്സും ഒക്കെ അപ്രത്യക്ഷമാകാൻ പോവുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ പോകാൻ പോവുകയാണ് എന്നുള്ള ഉറപ്പാണ് യൂണിവേഴ്സ് നൽകുന്നത്. ധൈര്യമായിട്ടിരിക്കും. അപ്പോൾ പരിഹാരം ചോദിക്കുന്ന ആളുകളുണ്ട്. പരിഹാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് മെഡിറ്റേഷനിലൂടെയും അത്തരം ചില പ്രാക്ടീസസിലൂടെയും, റേക്കി പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെയും, യോഗയിലൂടെയും ഒക്കെ, അതുപോലെ ജേർണലിങ്ങിലൂടെയും ഒക്കെ സ്വയം ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി. പരിഹാരത്തിന് വേണ്ടിയായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സെഷനുകൾ, അത് പ്രൈവറ്റ് റീഡിങ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റുക. ഇതൊക്കെ ജനറൽ റീഡിംഗ് ആണല്ലോ, അപ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന പരിഹാരങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ പോവാറുണ്ട്. അതിലേറ്റവും പ്രധാനം ഇവിടെ നിങ്ങൾ ഈ ടൈറ്റിൽ പോലെ തന്നെ ഞാൻ കാത്തിരുന്ന സന്തോഷം, സൗഭാഗ്യം എന്നിലേക്ക് വരുന്നു, ഞാൻ ഹാപ്പിയാണ് എന്നെഴുതുന്നത്, അത് എഴുതി ബേൺ ചെയ്യുന്നതോ പ്രകൃതിയിലേക്ക് ഏത് തരത്തിലും നിങ്ങൾ അതിനെ യോജിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഗുണം തന്നെയായിരിക്കും. പോസിറ്റീവായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരിഹാരം. നമ്മൾ ചില വീഡിയോകളിൽ ചില പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ നമുക്കത് സ്പെസിഫിക് ആയിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. എല്ലായിടത്തും എപ്പോഴും അത് സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും എല്ലാം ചെയ്യണം. അതുപോലെ മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. മെമ്പർഷിപ്പ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാനുകൾ നോക്കിയിട്ട് അതുകൂടി എടുക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആലോചനയുണ്ട്. സമയപരിമിതികൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് പലരും ചോദിക്കുമ്പോൾ അതിന് എപ്പോഴും എല്ലാത്തിനും കമൻറ്റിന് മറുപടി അയക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പേഴ്സണൽ റീഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും ആദ്യമായിട്ട്. ഓക്കെ, അപ്പോൾ ചാനലിന് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടും സ്നേഹവും കരുതലും എല്ലാം തുടർന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബൈ. മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം.